പ്രൈസ് ദി ലോർഡ്. സഭയുടെ സത്യവിശ്വാസം ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് ഭൗതിക സമ്പത്തല്ല. കത്തോലിക്ക സഭയുടെ നിലനിൽപ്പിന്റെ ഒരു ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ആത്മീയ സമ്പത്താണ്. ആ ആത്മീയ സമ്പത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സാബത്ത് ആചരണം അല്ലെങ്കിൽ ഞായറാഴ്ച ആചരണം. ഞായറാഴ്ച ആചരണം എന്ന് പറയുമ്പോൾ ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആ ഒരു കാര്യം മാത്രമല്ല അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വിശ്വാസ പരിശീലന സംബന്ധമായ കാര്യങ്ങളുണ്ട്. വൈദികർ വചനവേദിയിൽ നിന്ന് നൽകുന്ന പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. സഭ അനുശാസിക്കുന്ന രീതിയിൽ വിശ്രമിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ഞായറാഴ്ച ആചരണത്തിന്റെ അടിസ്ഥാനം? പരിശുദ്ധ വചനം എന്താണ് പറയുന്നത്? സഭയുടെ പാരമ്പര്യം എന്താണ് പറയുന്നത്? സഭാപിതാക്കന്മാർ എന്താണ് പറയുന്നത്? ഈ ഞായറാഴ്ച ആചരണത്തിൽ വെള്ളം ചേർക്കുന്നത് വഴി സംഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെ? ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് സത്യവിശ്വാസം എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി. ജോജി, നമ്മുടെ ഈ സഭയുടെ സത്യവിശ്വാസം അല്ലെ, ഈ ഒരു പ്രോഗ്രാമിന്റെ പല എപ്പിസോഡുകളിൽ നമ്മൾ ഈ സഭയുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ സഭയുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഭൗതിക സമ്പത്തല്ല, പല തവണ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, ആത്മീയ സമ്പത്താണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ഞായറാഴ്ച ആചരണം, സാബത്ത് ആചരണം. പലപ്പോഴും നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ വലിയ തിരക്കുകളും ഈ ലൗകികമായിട്ടുള്ള പല തിരക്കുകളും ജനങ്ങളെ ബാധിക്കുമ്പോൾ ഈ ഞായറാഴ്ച ആചരണത്തിന്റെ ഒരു പ്രാധാന്യത, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ നിന്നും അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, യുവജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ കുട്ടികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പല എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട ചില ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ പലപ്പോഴും ഞായറാഴ്ച കൊണ്ടാണ് വെക്കുന്നത്. അപ്പം പലപ്പോഴും നാം കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ ഞായറാഴ്ച ആചരണം അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസ പരിശീലനം, അന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് പലരും അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിസാര കാര്യങ്ങൾ പറഞ്ഞ് ഈ വിശ്വാസ പരിശീലനവും ഈ പരിശുദ്ധ കുർബാനയും ഒക്കെ ഒഴിവാക്കുന്ന ഒരു പ്രവണത നാം കണ്ടുവരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മളൊരു വിഷയം, ഒരു സഭയുടെ ഒരു പ്രബോധനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നാം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം ദൈവവചനത്തിൽ നിന്ന് നാം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഭയുടെ പാരമ്പര്യം എന്താണ് പറയുന്നത് നാം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം സഭാപിതാക്കന്മാർ എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഈ സാബത്ത് ആചരണം, പഴയ നിയമത്തിൽ നമുക്കറിയാം വളരെയധികം പ്രാധാന്യത്തോടെ യഹൂദജനത കണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ സാബത്ത് ആചരണം. ഈ സാബത്ത് ആചരണത്തെ പറ്റി വിശുദ്ധ വചനം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യമേ ഒന്ന് ചർച്ച ചെയ്യാൻ പോകും. ജോർജി, ഒരു വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്രിസ്തീയ വിശ്വാസം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ശക്തി സ്രോതസ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മളതിനെ നിസ്സാരവൽക്കരിച്ചാൽ അത് നമ്മുടെ വലിയൊരു നാശത്തിലേക്കായി പോകുക. നമ്മുടെ ഈ സാബത്ത് ആചരണത്തെക്കുറിച്ച്, ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് നമ്മുടെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം അവിടെ 2-ാം അധ്യായം 3-ാമത്തെ വചനം അവിടെ പറയുകയാണ്, തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ദൈവം വിശ്രമിച്ച 7-ാമത്തെ ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു. അപ്പോൾ ശരിക്കും ഈ ഒരു സാബത്ത് ആചരണം, ഞായറാഴ്ചയുടെ ഒരു പ്രാധാന്യം വരുന്നത്, അതിൻ്റെ ഒരു മഹനീയത വരുന്നത് ശരിക്ക് അത് കർത്താവിൻ്റെ വചനം അല്ലെങ്കിൽ കർത്താവിൻ്റെ തന്നെ പ്രവൃത്തിയാണത്. കാരണം ആ ഒരു ദിനത്തെ വിശുദ്ധീകരിച്ചത് കർത്താവാണ്. അപ്പോൾ മനസ്സിലാക്കണം, അതൊരിക്കലും എന്നാ പറയുക, ഒരു മാനുഷിക സൃഷ്ടിയല്ല, സഭയുടെ സൃഷ്ടിയല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി, മറിച്ച് വെറുതെ ഉണ്ട്. വീണ്ടും നമ്മൾ അങ്ങോട്ട് കാണുമ്പോൾ ഈ ഒരു പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പുതിയ നിയമത്തിലെല്ലാം ഇതിനെക്കുറിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ എടുത്ത് പറയുന്നുണ്ട്. ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മറ്റത് കാണുന്നത് ഈ അപ്പസ്തല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ വചനം. അവിടെ പറയുകയാണ്, അവർ ഈ വിശ്വാസ സമൂഹം പത്രോസിന്റെ വചനം കേട്ട് ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആ വിശ്വാസ സമൂഹം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ വലിയ താല്പര്യത്തോടുകൂടി പങ്കെടുത്തു. ഞാൻ ഒരു കാര്യം പറയാം ജോർജ്, അവിടെ മനസ്സിലാക്കണം, ജോർജ് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഞായറാഴ്ച ആചരണത്തിൽ ലഭിക്കുന്നത് അപ്പസ്തോലികമായ പ്രബോധനമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും വരാം. അപ്പസ്തോലികമായ പ്രബോധനം, സഭയുടെ പ്രബോധനം കിട്ടുകയാണ്.
വീണ്ടും പ്രധാനപ്പെട്ട അവിടെ ഒരു കൂട്ടായ്മയുണ്ട് അവിടെ ശരി. നമ്മുടെ സമൂഹത്തിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ അവർക്ക് നമ്മളെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മൂന്നാമത്തെ കാര്യമാണെന്ന് വെച്ചാൽ അവിടെ അപ്പം മുറിക്കുക. അവിടെ പരിശുദ്ധ കുർബാനയുണ്ട്. അവിടെ യേശു ക്രിസ്തു. നമുക്കറിയാം പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും പരമാന്ത്യവുമാണ്. അപ്പോൾ അതില്ലാതെ നമ്മളെ കൊണ്ട് മുന്നോട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതാണ്. അപ്പം വീണ്ടും പറയാൻ അവിടെ പ്രാർത്ഥനയുണ്ട് അവിടെ ശരിക്കും. അപ്പം ഒരു വിശ്വാസിക്ക് വേണ്ട അവൻ്റെ ഈ ഒരു ആത്മീയ ജീവിതത്തിന് മുൻപോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ അവന് ലഭിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, വളരെ വളരെ ഒരു വലിയ ശ്രദ്ധ കൊടുത്ത് വേണം, അല്ലെങ്കിൽ ഒരു വലിയ ഗൗരവത്തോടു കൂടി വേണം, വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ ഈ ഒരു സാപത്തിനെ നമ്മൾ സമീപിക്കാൻ, നമ്മൾ ആചരിക്കാൻ. അത് വളരെ കറക്റ്റാണ്. കാരണം ജോജി കൃത്യമായിട്ട് സൂചിപ്പിച്ചു, ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഞായറാഴ്ച അല്ലെങ്കിൽ സാബത്ത് ആചരണം കർത്താവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, സഭാ സമ്മേളനങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്, ആ ദിനം അടുത്തു വരുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. അത് കൃത്യമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ദിവസത്തെ പറ്റിയാണ്. ആ ഒരു സാബത്ത് ആചരണത്തിന്റെ ഒരു പ്രാധാന്യതയാണ് അതിൽ വെളിവാക്കുന്നത്. ഈ ആദിമസഭ ജോജി സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ആദിമസഭയുടെ പ്രധാനപ്പെട്ട ഒരു പവർ എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയായിരുന്നു. ഈ കൂട്ടായ്മയിലുള്ള വിശ്വാസി സമൂഹത്തിന്റെ പങ്കുചേരൽ, ഏക മനസ്സായി ഏക ഹൃദയത്തോടെ അവർ ഒന്നു ചേർന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ഈ പറയുന്നത് പോലെ ശിഷ്യന്മാരുടെ ഒരു പ്രബോധനങ്ങളിൽ പങ്കെടുക്കുന്നു. അതിന്റെ ഒരു ആസ്വാദനമാണ് ഈ പറയുന്ന നമ്മൾ ഞായറാഴ്ചകളിൽ നമ്മൾ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാന, ഒപ്പം തന്നെ വചനവേദിയിൽ വൈദികൻ നൽകുന്ന പ്രബോധനം, ഒപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന വിശ്വാസ പരിശീലനം. അപ്പോൾ വളരെ കർത്താവിന്റെ, അതായത് ദൈവത്തിന്റെ ഒരു കൽപ്പന തന്നെയാണ്, കർത്താവിന്റെ ഒരു കൽപ്പന തന്നെയാണ് ഈ ഞായറാഴ്ച ആചരണം പരിശുദ്ധമായി അതിന്റെ പ്രാധാന്യതയോടെ ആചരിക്കുക എന്നുള്ള ഒരു കാര്യം. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഞായറാഴ്ച ആചരണം അതിന് യാതൊരു പ്രാധാന്യവുമില്ല. ഞായറാഴ്ചത്തെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ അത് പോയിട്ട് പലപ്പോഴും ഞായറാഴ്ച കുർബാന പോലും മുടക്കുന്ന ഒരു പ്രവണതയിലേക്ക് പല വിശ്വാസികളും വിശ്വാസി സമൂഹം പ്രത്യേകിച്ച് പല യുവജനങ്ങളും കടന്നു വരുന്ന ഒരു സാഹചര്യം വളരെ വേദനയോടുകൂടി തന്നെ നാം നോക്കിക്കാണേണ്ടത്. അവർ തങ്ങളുടെ ഈ ഭൗതികമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ തങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തിന്റെ ഒരു അംശം പോലും പലപ്പോഴും ഈ ഞായറാഴ്ച ആചരണം, ഞായറാഴ്ചയിലെ പരിശുദ്ധ കുർബാന, അതിന്റെ വിശ്വാസ പരിശീലനം എന്നിവയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ജോർജ്, ഞാൻ ഇതിനോട് കുറച്ച് കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞായറാഴ്ച ദിവസത്തെ നമ്മൾ വളരെ നിസ്സാരവൽക്കരിക്കാനുള്ളൊരു വലിയ പ്രവണതയുണ്ട്. ഞാൻ വളരെ തുറന്നു പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം നമുക്ക് ഔട്ടിങ്ങിനുള്ള ദിവസം, അല്ലെങ്കിൽ വിശ്രമത്തിനുള്ള ദിവസം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു എന്താ പറയുക വളരെ ഫ്രീ ആയിട്ട് ദിവസം, അല്ലെങ്കിൽ അതൊരു ആത്മീയ ദിവസമായി നമുക്ക് ഒരിക്കലും കാണാൻ പറ്റുന്നില്ല. അന്ന് എന്തും ചെയ്യാവുന്ന ദിവസമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ ദിവസം ശരിക്കും നമ്മൾ അങ്ങനെ ആചരിക്കേണ്ട ഒരു ദിനമല്ല. അതിനെക്കുറിച്ച് ചാവറപ്പിതാവ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഞായറാഴ്ച ദിവസത്തെ ഒരു ആചരണം എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ പരിശുദ്ധ കുർബാന കാണുക. പരിശുദ്ധ കുർബാനയുടെ ഒരിക്കലും നമ്മൾ എന്താ പറയുക അങ്ങോട്ട് ഫുൾ മതിയാക്കരുത്. വീണ്ടും നമ്മൾ അന്നേ ദിവസം നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കുക, അതുപോലെ ആത്മീയ പുസ്തകങ്ങൾ വായിക്കുക, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കുക. അങ്ങനെ അന്ന് ദിവസം നമ്മൾ ഫുൾ കർത്താവിന് ടോട്ടലി നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട ദിവസമാണ് ശരിക്കും. പക്ഷെ എന്താ സംഭവിക്കുന്നത്, പലപ്പോഴും നമ്മൾ അന്ന് ദിവസം നമ്മുടെ ബന്ധു വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ സിനിമ കാണാൻ, നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ സംഭവം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. ഇവിടെ ജോർജ് പറഞ്ഞ പോലെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ആ ഒരു ആത്മീയ സ്രോതസ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാൻ മറ്റൊരു അപകടമാണ്, ഇത് നമ്മുടെ വിശ്വാസികളുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നം. മറ്റൊരു ഭാഗത്തുനിന്നുള്ള പ്രശ്നം, ഭാഗ്യശക്തികൾ ഇടപെട്ട് ഈ ദിവസത്തിന്റെ പ്രാധാന്യത ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഇതൊരു പ്രവൃത്തി ദിനമാക്കി മാറ്റുവാന്, അല്ലെങ്കിൽ ഇതൊരു സാധാ ദിവസത്തെ പോലെ ആക്കി മാറ്റുവാനുള്ള വലിയ ശ്രമമുണ്ട്. അത് ആര് പ്രവർത്തിച്ചാലും അവരുടെ പ്രവർത്തിക്കുന്നത് തിന്മയാണ് ശരിക്കും. എന്നാൽ വിശ്വാസികൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അവർ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ലെങ്കിൽ എത്രമാത്രം ഒരു വലിയ അപകടമാണ് ശരിക്കും. കർത്താവ് ഈ ദിനത്തെ സൃഷ്ടിച്ചത് തന്നെ വളരെ പ്രത്യേകമായി മാറ്റി നിർത്തി വിശദീകരിച്ച് തന്നെ അത് നമുക്ക് വേണ്ടിയാണ് ശരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നത് വളരെ വളരെ അപകടകരമായ കാര്യമാണ്. നമുക്ക് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഞായറാഴ്ച ആചരണത്തെ പറ്റി പറയുന്ന 1-2 ഖണ്ഡികകളുണ്ട്. ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2177 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിന്റെ ദിവസത്തിന്റെയും കർത്താവിന്റെ കുർബാനയുടെയും ആഘോഷം സഭാജീവിതത്തിന്റെ ഹൃദയത്തിലുള്ളതാണ്. അപ്പസ്തോലിക പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ പെസഹ രഹസ്യം ആഘോഷിക്കുകയും സാർവത്രിക സഭയിൽ കടപ്പെട്ട മൗലിക തിരുനാളായി ആചരിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് ഞായറാഴ്ച. ഒപ്പം തന്നെ അടുത്ത ഖണ്ഡികയിൽ പറയും, നമ്മുടെ കർത്താവിന്റെ
കർത്താവിന്റെ പിറവി ദിനം, പ്രത്യക്ഷീകരണം, സ്വർഗാരോഹണം, ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ, ദൈവമാതായ മറിയത്തിന്റെ തിരുനാൾ, അമലോത്ഭവ തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ, വിശുദ്ധ ഔസേപ്പിന്റെ തിരുനാൾ, വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ, സകല വിശുദ്ധരുടെയും തിരുനാൾ എന്നിവയും ആചരിക്കപ്പെടണം. അടുത്തത് ജോജി പറഞ്ഞ ആ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ക്രൈസ്തവ സമ്മേളനത്തിന്റെ ഈ പതിവ് അപ്പസ്തോലിക കാലത്തിന്റെ ആരംഭം മുതലുള്ളതാണ്. അത് ആദിമസഭയുടെ ഒരു തുടർച്ചയാണിത്. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ ഹെബ്രായർക്കുള്ള ലേഖനം വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. പിന്നെ ഈ വിശ്രമ ദിനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് കൃത്യമായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2185 ഖണ്ഡികയിൽ ഞായറാഴ്ചകളിലും കടമുള്ള മറ്റ് തിരുനാളുകളിലും ദൈവത്തിന് അവകാശപ്പെട്ട ആരാധനയും കർത്തൃദിനത്തിൻ്റെതായ സന്തോഷത്തെയും ജീവകാരുണ്യ പ്രവർത്തികളുടെ നിർവഹണത്തെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും മതിയായ വിശ്രമത്തെയും തടയുന്ന ജോലികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസികൾ മാറി നിൽക്കണം. കുടുംബത്തിന്റെ അത്യാവശ്യങ്ങളോ സുപ്രധാന സാമൂഹിക നന്മയോ ഞായറാഴ്ച വിശ്രമത്തിനുള്ള കടമയിൽ നിന്ന് ന്യായാന്തികമായി ഒഴിവ് നൽകാൻ കഴിയുന്ന കാരണങ്ങളാണ്. മതത്തോടും കുടുംബജീവിതത്തോടും ആരോഗ്യത്തോടുമുള്ള ഹാനികരമായ ശീലങ്ങളിലേക്ക് ഈ നിയമാനുസൃത ഒഴിവ് കഴിവുകൾ നയിക്കാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്. പിന്നെ 2188 ഖണ്ഡിക മതസ്വാതന്ത്ര്യത്തെയും എല്ലാവരുടെയും പൊതു നന്മയും മാനിച്ചുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ സഭയുടെ തിരുനാളുകളും നിയമപരമായ ഒഴിവ് ദിവസങ്ങളായി അംഗീകരിക്കാൻ ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. ഈ പോയിന്റിനെ ബേസ് ചെയ്ത് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവർ തന്നെ പലപ്പോഴും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പല ബിസിനസ് സ്ഥാപനങ്ങളും, കാരണം ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ഉടമ ഞായറാഴ്ച പ്രവൃത്തി ദിനമായിട്ട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലുള്ള ക്രൈസ്തവർക്ക് അന്നേ ദിനം അവിടെ ഓഫീസിൽ വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അവരുടെ ഞായറാഴ്ച ആചരണത്തെ പോലും തടയുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്ന് പോലും ഇത്തരത്തിലുള്ളൊരു പ്രവണതകൾ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം അതിൻ്റെ ഒരു പ്രാധാന്യത, അതിലൂടെ കിട്ടുന്ന ഒരു നന്മ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്തതാണ്. നമ്മുടെ ബിസിനസ് മേഖലയായിക്കോട്ടെ, നമുക്ക് ഒത്തിരിയധികം ബിസിനസ് സ്ഥാപനങ്ങൾ ഈ കർത്താവിന്റെ വചനത്തിന്റെ ആ ഒരു പ്രാധാന്യത തിരിച്ചറിഞ്ഞ്, ഞായറാഴ്ച ആചരണത്തിന്റെ പ്രാധാന്യത തിരിച്ചറിഞ്ഞ് ഞായറാഴ്ചകളിൽ അവരുടെ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാറില്ല. ചില കേറ്ററിംഗ് സ്ഥാപനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സാധാരണ ഞായറാഴ്ചകളിലാണ് ഈ കേറ്ററിംഗ് സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരു മെയിൻ ബിസിനസ് നടക്കുന്നത്. പക്ഷേ ഈ ഞായറാഴ്ച ആചരണത്തിന്റെ ഒരു പ്രാധാന്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ കർത്താവിന്റെ വചനം തിരിച്ചറിഞ്ഞ ചിലരൊക്കെ ഈ ഞായറാഴ്ച കേറ്ററിംഗ് സർവീസ് എടുക്കത്തില്ല, അല്ലെങ്കിൽ ബേക്കറി തുറക്കത്തില്ല, ഹോട്ടലുകൾ തുറക്കത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവർമാരാണെങ്കിൽ ഇപ്പം അവരുടെ വണ്ടി ഓടിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ടാക്സി അതുമായിട്ട് ബന്ധപ്പെട്ട പൊതു സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. നമുക്ക് സ്വകാര്യ വണ്ടി ഓടിക്കുക, അത് വേറെ കാര്യം. അപ്പൊ അത്തരത്തിൽ നിലപാടെടുക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നന്മ കൂടി ലഭിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത. ഇവിടെ ജോർജ് പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യം. കാരണം നമ്മൾ ശക്തമായ നിലപാടെടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും പ്രവൃത്തിയും ഉണ്ടാകും. എനിക്ക് ഒരു വ്യക്തി അറിയാം. അദ്ദേഹം ഇന്ത്യയിലെ ഒരു അക്കാഡമിക് ലെവലിലെ പരമോന്നത പരീക്ഷയായ സിവിൽ സർവീസ് ആ ഒരു എക്സാമിന്റെ ആ ഒരു പ്രിപ്പറേഷൻ സമയത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം ഇതാണ്: ഞായറാഴ്ച ദിവസം അദ്ദേഹം പഠിക്കുകയില്ല. അത് JNU ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഈ സിവിൽ സർവീസിന് വേണ്ടി അസ്പയർ ചെയ്യുന്നവർ, ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ചെയ്യുന്നവരെല്ലാം അവരെല്ലാവരും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞായറാഴ്ച കുറച്ച് കൂടുതൽ പഠിക്കുന്ന ദിവസങ്ങളിൽ ഇദ്ദേഹം പഠിക്കില്ല. അപ്പം എല്ലാവരും കണ്ടിട്ട് ചോദിച്ചു, നീ എന്ത് പൊട്ടത്തരമായി കാണിക്കുന്നത്, ആറിയ ഫനാറ്റിക്, അങ്ങനെ നീ മാഡാണോ അങ്ങനെയൊക്കെ ചോദിച്ച്, അപ്പോൾ അല്ലെങ്കിൽ നീ ഒരു പൊട്ടനാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പഠിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ്, ഈ ദിവസം ഞാൻ പൂർണ്ണമായും കർത്താവ് നിർവഹിക്കും. ജോർജ് അത്ഭുതം എന്ന് പറയട്ടെ. ജോർജ് പറഞ്ഞ പോലെ നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതകരമായ വിജയം കൊടുത്തു. ഇന്ന് അദ്ദേഹം ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മക്കള്, അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാം ഇങ്ങനെ ഈ ഞായറാഴ്ച ആചരണത്തിൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് യാതൊരു കുറവും വരുത്തിയില്ല. അപ്പം നമ്മുടെ വിശ്വാസികൾ, അവർ ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അവർക്ക് വാഹനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി മേഖല ആയിക്കോട്ടെ, ഇനി കൃഷി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അവർ ഈ കർത്താവിൻ്റെ കൽപ്പനയോട് അവർ വിശ്വസ്തത കാണിച്ച് ഈ കർത്താവിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കാൻ ശ്രദ്ധിച്ചാൽ മറ്റു ജനതകളേക്കാൾ അവർ ഉയരുക തന്നെ ചെയ്യും. അതൊരു നഷ്ടമാകില്ല. അതിൻ്റെ വന്ന് നഷ്ടം അത് നികത്തി കൊടുക്കാൻ, അതിൻ്റെ 10 ഇരട്ടി കൊടുക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. അപ്പം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: അന്നത്തെ ദിവസം മറ്റൊരു ബിസിനസ്സിനും പോകാതിരിക്കുക. നമ്മൾ കർത്താവിൻ്റെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുണ്ട്. മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യുന്നു, ഉപകാരം ചെയ്യുന്നു, അതല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ മിണ്ടാതിരിക്കണം, വെള്ളം കുടിക്കരുത്, അതല്ല. മറിച്ച് നമുക്ക് ഇപ്പോൾ ഉറപ്പായിട്ടും കർത്താവ് പറഞ്ഞല്ലോ, സാമ്പത്ത് അത് മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അന്നത്തെ ദിവസത്തിൽ നമ്മൾ കർത്താവിൻ്റെ ആ ഒരു പ്രമാണം വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം തന്നെ ജനത്തിൻ്റെ മേൽ കടന്നു വരും. ഓക്കെ, അത് കറക്റ്റാണ്. നമ്മൾ ഈ സാബത്ത് ആചരണം എന്തുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ദൈവവചനത്തിലൂടെ നമുക്ക് സഭയ്ക്ക് നൽകുന്നു, സഭാപിതാക്കന്മാർ അത്തരത്തിലുള്ള പ്രബോധനം നൽകുന്നു, സഭ അത്തരത്തിലുള്ള കാര്യം അനുശാസിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിന്റെ ഒരു കോർ ഇന്റൻഷൻ കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ഒന്നും ഒരു വിഗ്രഹമായിട്ട്
ആയിട്ട് മാറരുത്. അതായത് കർത്താവിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യത, കർത്താവിനായിട്ട് നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാധ്യതകൾ മാറ്റി വെക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സാബത്ത് ആചരണം. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ഒരു സാബത്തിന്റെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം. കാരണം അവന്റെ ലൈഫിലെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കർത്താവായിരിക്കണം, കർത്താവിനോടൊപ്പമുള്ള ഒരു സമയമായിരിക്കണം. അതിൽ ജോലിയോ അല്ലെങ്കിൽ കുടുംബമോ ഭൗതികമായിട്ടുള്ള മറ്റൊരു കാര്യവും അതിലൊരു തടസ്സമായിട്ടൊരു വിഗ്രഹമായിട്ട് മാറരുത്. അപ്പൊ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കേണ്ടത് പ്രാധാന്യത, കൗദാശിക ജീവിതത്തിന്റെ പ്രാധാന്യത, കൂട്ടായ്മയുടെ ഒരു പ്രാധാന്യത, അത് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഞായറാഴ്ച ആചരണത്തിന്റെ ഒരു പ്രാധാന്യം ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ജോർജ്, നമ്മൾ ഈ ഒരു ഞായറാഴ്ച ആചരണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അന്ന് ദിവസം നമ്മുടെ കുട്ടികളുടെ കാറ്റഗിസം നടക്കുന്നത്. ഈ കാറ്റഗിസം വളരെ വളരെ വിശ്വാസ പരിശീലനം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഈ ഒരു വിശ്വാസ രഹസ്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങൾ, വിശ്വാസത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു പ്രബോധനം പകർന്നു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തലമുറ നശിച്ചു. ഉറപ്പായിട്ടും വിശ്വാസമില്ലാത്തൊരു തലമുറ വളർന്നു വന്നാൽ എന്താ പറയുക, നമ്മുടെ സഭയുടെ തന്നെ ഒരു വലിയ തകർച്ചയാണ്. അപ്പോൾ അന്നേ ദിവസത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക വളരെ ശ്രദ്ധയോടുകൂടി ആ ദിവസം മാറ്റിവെക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ, നമുക്കറിയാമല്ലോ ഇന്ന് ദിവസം നമുക്ക് വളരെ വ്യക്തികളറിയാം നമ്മുടെ കാറ്റഗറിസ്റ്റിൽ ഒരുപാട് എന്താ പറയുക ഈ അപ്ഡേഷൻസ് വേണം എന്നൊക്കെ വളരെ ജനങ്ങളും അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ആവശ്യകത കൊണ്ട് താനും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു ഞായറാഴ്ച ആചരണത്തെ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി വിശ്വാസികൾ കാണണം. കുട്ടികളെ പള്ളി മാത്രം വിട്ടാൽ പോരെ, അവരെ കാറ്റഗറിസ്റ്റിൽ വിടണം. കാരണം വെച്ചാൽ അന്നേ ദിവസമാണ് ഏറ്റവും നല്ല ദിവസം കർത്താവിനെ കുറിച്ച് പഠിക്കുവാനും, കർത്താവിനെ കുറിച്ച് അറിയുവാനും, കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവാനും, കർത്താവായിട്ട് വ്യക്തിപരമായ ഒരു കണ്ണുടർ ഉണ്ടാകാനും, ഒരു വലിയ ദൈവാനുഭവം ഉണ്ടാകാനും എൻകൗണ്ടർ ഉണ്ടാകാൻ പറ്റിയ ദിവസമാണ്. അപ്പോൾ അതിനുവേണ്ടി കർത്താവ് ഒരു ദിവസം മാറ്റി വെച്ചു. അവർക്കൊന്നും സ്കൂളില്ല, മറ്റു ട്യൂഷനില്ല. ഞാൻ പറഞ്ഞ ട്യൂഷനോടെ പോകാൻ പാടില്ല. അങ്ങനെ അത് പറഞ്ഞാൽ ജനത്തോട് പറയാണ് അതൊന്നും പോകാൻ പാടാൻ മനസ്സിലാക്കട്ടെ. അപ്പം ഈ ഒരു ദിനത്തിന്റെ പ്രാധാന്യത കുറയ്ക്കാൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വം വളരെ പ്രധാനപ്പെട്ട പല പല എക്സാമുകൾ വരെ ഇപ്പം വെക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധാ കൊടുക്കാൻ അതിനെക്കുറിച്ച്. ഈ മറ്റൊരു പ്രധാന നമ്മുടെ തന്നെ വിശ്വാസികൾ പലപ്പോഴും കുട്ടികളെ ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം അറിയാതെ ട്യൂഷൻ അയക്കുന്നത്. അതെ, പലപ്പോഴും ഈ പറയുന്നത് വളരെ കറക്റ്റാ. മാതാപിതാക്കൾക്ക് ആദ്യം ഇതിന്റെ ഒരു പ്രാധാന്യത മനസ്സിലായെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് അതിന്റെ ഒരു പ്രാധാന്യത തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്ന അതിന്റെ ഒരു പ്രാധാന്യത കൂടി ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പം ആഴ്ചയിൽ മറ്റ് 6 ദിവസങ്ങളിലും ഇവരുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഭൗതികമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അറിവുകളും കാര്യങ്ങളും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരാ 6 ദിവസം അവരായിരിക്കുന്ന മേഖലയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ, വഴിതെറ്റി പോകാതിരിക്കുവാൻ, ലോകത്തിൻ്റെതായിട്ടുള്ള തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കുവാൻ അവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള ശക്തി അവർക്ക് ലഭിക്കുന്ന ഒരു പവർ സ്രോതസ് എന്ന് പറയുന്നത് ഈ ഞായറാഴ്ചയിലെ വൈദികന്റെ ഒരു പ്രബോധനം, ഒപ്പം തന്നെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ അവർക്ക് കിട്ടുന്ന ജ്ഞാനവും അറിവും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത തിരിച്ചറിയണം. പലപ്പോഴും ഇത്തരത്തിൽ ഈ വിശ്വാസ പരിശീലനത്തിനൊന്നും വിടാതെ ഈ ഭൗതികമായിട്ടുള്ള അറിവ് മാത്രം കുട്ടികളിലേക്ക് പമ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അവരുടെ ഒരു ഭാവി ജീവിതത്തിൽ നമുക്കറിയാം പല അനുഭവങ്ങളും നമുക്കറിയാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ദുരന്തങ്ങളും പല പ്രതിസന്ധികളും, ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് ഒരു ആത്മീയമായ ജ്ഞാനത്തോടെ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളുണ്ടായ ദുരന്തങ്ങളൊക്കെ നമുക്കറിയാം. അതിലിപ്പോൾ ഇന്നോ നാളെ അത് സംഭവിക്കണമെന്നില്ല. അത് ചിലപ്പോൾ അവർ കോളേജിലായിക്കോട്ടെ, കോളേജിൽ പോകുമ്പോഴായിക്കോട്ടെ, അവരുടെ തുടർന്നുള്ള ജീവിതത്തിലായിക്കോട്ടെ, അവിടെയൊക്കെ ആയിരിക്കും ഈ ഒരു വിശ്വാസ പരിശീലനം, അതായത് ഒരു ബേസ് ഇല്ലാതെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്താ പറയണേ, ഒരു അപൂർണമായിട്ടുള്ള വളർച്ച എന്ന് പറയത്തില്ലേ. ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഓവറായിട്ട് വളരുന്നു, ചില ഭാഗങ്ങൾ ഇങ്ങനെ ശോഷിച്ചു പോകുന്നു. പക്ഷെ അത് ആരോഗ്യകരമായിട്ടുള്ളൊരു വളർച്ചയല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ടും വളർച്ച പ്രാപിക്കണം, ഭൗതികമായിട്ടും വളർച്ച പ്രാപിക്കണം. എങ്കിൽ മാത്രമേ അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഭൗതികമായ വളർച്ചയേക്കാൾ ഒരുപടിയല്ല, കുറെ കൂടി ആത്മീയമായിട്ടുള്ള വളർച്ച ഏതൊരു ക്രൈസ്തവ വിശ്വാസിയും പ്രാപിക്കണം. അതിനൊരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ഞായറാഴ്ച ആചരണവും ഞായറാഴ്ചയിലെ വിശ്വാസ പരിശീലനവും. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഞായറാഴ്ചയിലെ വചനവേദിയിൽ വൈദികൻ നൽകുന്ന ഒരു പ്രബോധനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വലിയൊരു സാധ്യതയാണ് പലപ്പോഴും ഈ ഞായറാഴ്ച കുർബാനയിലെ പ്രസംഗം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അപ്ഡേറ്റഡ് ആയിട്ട് ഓരോ ആ ആഴ്ച നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു പ്രബോധനം, അതിനെക്കുറിച്ചുള്ള ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകൾ, അതിനെനിക്ക് തോന്നുന്നു അതിനൊരു സമയം നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ജോർജ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വചനം മുറിക്കൽ അല്ലേ, 2 മേശയുള്ളത്. അവിടെ ഒന്ന് നമ്മുടെ വചനത്തിൻ്റെ മേശയും മറ്റൊന്ന് അപ്പത്തിൻ്റെ മേശയും. അപ്പോൾ ഈ വചന അപ്പസ്തോലികമായ പ്രബോധനം നമുക്ക് ലഭിക്കണം. ഇന്നത്തെ നമുക്ക് ലഭിക്കുന്ന പ്രബോധനങ്ങൾ പലതും അപ്പസ്തോലികമല്ല. തെറ്റായ പ്രബോധനങ്ങൾ മൂലം ജനം വഴിതെറ്റി പോവുകയാണ്. സോഷ്യൽ മീഡിയ പലയിടങ്ങളിൽ നിന്ന്. അത് കാരണം തന്നെ വിശ്വാസികൾ ചിതറിപ്പോവുകയാണ്. വലിയ തകർച്ച നമ്മൾ തന്നെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ ഞായറാഴ്ച ദിവസത്തിൽ വചനം വായിക്കുകയും അത് മുറിച്ച് അത് സഭാത്മകമായി
ഒരു വൈദികൻ ആ രൂപതയിലെ ബിഷപ്പിനോട് ചേരുമ്പോൾ ആ ബിഷപ്പിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു കൃപയുടെ ആ ശക്തി അനുസരിച്ച് വ്യക്തമായി സഭയുടെ പ്രബോധനത്തിൻ്റെ സഭാപിതാക്കന്മാരുടെ ടീച്ചിങ്സിന് വളരെ അനുസരിച്ച് വചനം അത് മുറിച്ചു കൊടുക്കുമ്പോൾ വിശ്വാസികൾക്ക് വലിയൊരു ആത്മീയ ശക്തിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു വലിയ ദിനമാണിത്. അപ്പോൾ ആ ദിനത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, അവിടെ നമ്മൾ സമയം നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില സമയങ്ങളിൽ വൈദികരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ പറയേണ്ടി വരും. അപ്പോൾ അപ്പോൾ അവിടെ അത് ആവശ്യമാണത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ജനം വഴിതെറ്റി പോകും ജോർജ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കറക്റ്റാണ്. കാരണം ജനത്തിന് 6 ദിവസവും അല്ലെങ്കിൽ എപ്പോഴും അവരുടെ മൊബൈൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളുടെ ഒരു ഇൻഫ്ലോ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ആ ബലിപീഠത്തിൽ കൊണ്ട് വൈദികൻ നടത്തുന്ന ആ ഒരു പ്രസംഗത്തിന് ഇടവക ജനത്തിന്റെ ആത്മീയമായ വളർച്ചയിൽ വളരെ വലിയൊരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും എപ്പോഴും ഈ പറയുന്ന വലിയ ബൈബിൾ കൺവെൻഷൻസിനോ ചിലപ്പോൾ പോകാനുള്ളൊരു സാധ്യത കിട്ടിയെന്നിരിക്കത്തില്ല. പക്ഷേ ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ധ്യാനത്തിന്റെ നമ്മൾ കാണുന്നത് പോലെ വലിയൊരു ധ്യാനത്തിന്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ 7 ദിവസത്തെ ഒരു താമസിച്ചുള്ള ധ്യാനം കൂടുന്ന ഒരു അനുഭവമായിരിക്കണം വിശ്വാസി സമൂഹത്തിന് സമ്മാനിക്കേണ്ടത്. ഒരു ബൈബിൾ കൺവെൻഷൻ നൽകുന്ന അനുഭവമായിരിക്കണം വിശ്വാസി സമൂഹത്തിന് സമ്മാനിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഞായറാഴ്ച പരിശുദ്ധ കുർബാന, എല്ലാ പരിശുദ്ധ കുർബാനയും വളരെ പ്രാധാന്യത്തോടെ നാം കാണണം. ഈ ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാന എന്നൊക്കെ പറയും. നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ പൂർവികരൊക്കെ എന്ന് പറയുന്നത് ഞായറാഴ്ച, അവർക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിലൂടെ പ്രത്യേകിച്ച് കുടിയേറ്റത്തിന്റെ ആ നാളുകളിലൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അവർ ആ ഞായറാഴ്ച കുർബാനയിലെ ഞായറാഴ്ചത്തെ ദേവാലയത്തിലേക്കുള്ള ആ ഒരു പോക്കിനെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭവ്യമായിട്ട് വളരെ പരിപാവനമായിട്ടാണ് കണ്ടിരുന്നത്. ഇത് ജോർജ് ഇത് പറഞ്ഞ് വളരെ ശരിയാണ്. കാരണം അന്ന് ദിവസം അവർ ആ ഞായറാഴ്ച ആചരണത്തിലെ ഇത്രമാത്രം ഒരു വലിയ പവിത്രതയോടുകൂടി വലിയ സന്തോഷത്തോടെ കണ്ടിരുന്നു. അന്നേ ദിവസം അണിയാൻ വേണ്ടി അവരൊരു പ്രത്യേക ഡ്രസ്സ് വാങ്ങി വെച്ച് അത് തേച്ച് മിനിക്ക്, അത് വെള്ള ഡ്രസ്സാണ്. അന്ന് ദിവസം അവരെ പോക്ക് കാണണം. അപ്പോൾ അങ്ങനെ അവർ ആ ദിവസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അതിൻ്റെതായ ഒരു വലിയ അനുഗ്രഹം അവർക്ക് കിട്ടിയിരുന്നു. എന്നാൽ മെല്ലെ ഇന്നിതിപ്പോൾ അതെല്ലാം നഷ്ടമാകുന്ന അവസ്ഥയാണ്. ഇന്ന് ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മുടെ പയർന്നാബ്യൂസ് മാർപ്പ പറഞ്ഞൊരു കാര്യം പറയാം. നമ്മുടെ ഈ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ധരിക്കേണ്ട ആ ഒരു ഡ്രസ് കോഡിനെ കുറിച്ച് പരിശുദ്ധാവ് ഇങ്ങനെയാണ് നമ്മളെ ആ കാലത്ത് യൂറോപ്പിലെ സഭ പഠിപ്പിച്ചത്. അതായത് നമ്മുടെ ഈ നെക്കിൻ്റെ അടിഭാഗത്ത് നിന്ന് 2 വിരൽ അടിവരെ താഴെ മൂടുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണം. മുട്ടിന് താഴെ വരെ കവർ ചെയ്ത് കിടക്കണം ആ ഒരു വസ്ത്രത്തിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറയുകയാണ്. അപ്പം നമുക്കത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ് കോഡ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയില്ല. ഉണ്ട് ശരി, ശ്രദ്ധിക്കേണ്ട മേഖലയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ആരുടെ അടുത്താണ് വരുന്നത്? നമ്മൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്താണ്. സെറാഫുകളും കെരൂബുകളും മാലാഖമാരും എല്ലാം വിറച്ചുകൊണ്ട് നിൽക്കുന്ന വിശുദ്ധരെ ആരാധിക്കുന്ന പൂർവ്വപിതാക്കന്മാർ, അവരാരാധിക്കുന്ന നമ്മൾ ആ പിതാവിൻ്റെ അടുത്ത് നമ്മൾ വരുമ്പോൾ, ഈശോയുടെ അടുത്ത് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ നിറയുമ്പോൾ നമ്മളൊക്കെ എല്ലാ ഒരുക്കങ്ങളും ഉറപ്പായിട്ട് വേണം. ഞാൻ പറഞ്ഞാണ് ജോർജ്, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു മാന്യനായ ഒരു ഗസ്റ്റിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുകയല്ലേ? പറഞ്ഞ കറക്റ്റ്. നമ്മളൊരു പ്രധാനമന്ത്രിയായിട്ട് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കട്ടെ. ഇപ്പം രാവിലെ 11 മണി ടൈമിലാണ് നമുക്കൊരു അപ്പോയിന്റ്മെന്റ്. നമ്മളവിടെ ഒരു 9:30-10 മണി എത്തിയിരിക്കും. നമ്മുടെ മുഴുവൻ അത് നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ ശുദ്ധി വരുത്തും. നല്ല ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ, ചിലപ്പോൾ നല്ല വസ്ത്രം നമ്മൾ അതിനുവേണ്ടി സെപ്പറേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് തന്നിരിക്കും. അപ്പം ലോകത്തിന്റെ ഒരു അധികാരിനെ കാണാൻ നമ്മൾ എത്രമാത്രം ഒരു ഭവ്യതയോടെ പരിഭാവനമായിട്ട് നമ്മൾ അതിനെ സമീപിക്കുന്നു, അതിനേക്കാൾ ഒരു 100 ഇരട്ടി തീക്ഷ്ണതയോടെ സമയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പലപ്പോഴും ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞ സമയം ഞാൻ പറയാമെങ്കിൽ ജോജി, സമയം നമ്മൾ എപ്പോഴാണ് കുർബാനയ്ക്ക് നമ്മൾ എപ്പോഴാണ് വരുന്നത്? നമ്മൾ 5 മിനിറ്റോളം വരുന്നു, ഓടിക്കതച്ച് വരുന്നു. നമ്മളൊരു 10 മിനിറ്റെങ്കിലും മുമ്പേ വന്ന് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കുഴപ്പമുള്ളത്? ശരി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ജോർജ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചീഫ് ഗസ്റ്റിനെ നമ്മൾ എത്രയോ മണിക്കൂർ മുമ്പ് അവിടെ പോയിരിക്കും. എന്നാൽ അത് കാരണം നമുക്ക് വേണ്ട പ്രിപ്പറേഷൻ ലഭിക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഞായറാഴ്ച ആചരണത്തിൽ നിന്ന് ശക്തി ലഭിക്കാത്തതിന് കാരണം നമ്മുടെ തന്നെ ഒരു ഒരുക്കക്കുറവാണ്. ഒരുക്കമില്ലാതെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരപ്രസാദത്തിൻ്റെ ഒരു അനുഭവവേദ്യ ഉണ്ടാകുകയില്ല. നമുക്കത് അനുഭവവേദ്യമാകുന്നില്ല. അത് വന്ന് ഒഴുകി അങ്ങോട്ട് കടന്നു പോവുകയാണ്. എത്ര വലിയൊരു വരപ്രസാദമാണ്, ആത്മീയ ശക്തിയാണ്, കൃപാവരമാണ് ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഉറപ്പായിട്ട് വിശ്വാസികൾ തിരിച്ചറിവ് ഉണ്ടായേ പറ്റും. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് കഴിയുന്നിടത്തോളം സാധിക്കുന്നിടത്തോളം സാഹചര്യങ്ങളിൽ നമ്മുടെ ഇടവക ദേവാലയത്തിലെ പരിശുദ്ധ കുർബാന, പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ കുർബാനയെങ്കിലും ഇടവക ദേവാലയത്തിൽ നാം അർപ്പിക്കുവാണെങ്കിൽ അത് വലിയൊരു അതിലൂടെ കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് കൂട്ടായ്മപരമായിക്കോട്ടെ, നമ്മുടെ ഇടവകയുമായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മുടെ ഇടവക വികാരിയച്ഛനുമായിട്ടുള്ള നമ്മുടെ ഒരു ആത്മീയ ബന്ധത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതിലൂടെ കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. ഇവിടെ ജോർജ് പറഞ്ഞത് അത് ശരിയാണ്. കാരണം വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് പുസ്തകപ്രവർത്തനത്തിൽ
ആ വിശ്വാസികളിൽ അവരുടെ കൂട്ടായ്മയെക്കുറിച്ച്. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇടവക കൂട്ടായ്മയാണ്. നമുക്ക് വേറെ പല കൂട്ടായ്മ ഉണ്ടാകും, പല ധ്യാന സംഘങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു ഇടവക കൂട്ടായ്മ. അവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവ വികാരിച്ച് നമ്മുടെ പിതാവ് തന്നെയാണ്, നമ്മുടെ എല്ലാം നമ്മുടെ ആത്മീയ പിതാവാണ്. അപ്പോൾ വികാരിച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രധാനപ്പെട്ട കടമയാണ്. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ വികാരിച്ചിന് എത്ര കൊണ്ട് ഉത്തരവാദിത്വം എടുക്കുന്നത്. നമ്മൾ ഒരു വികാരിച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഇടവകയെ മുഴുവനും ബാധിക്കും. അപ്പോൾ അത് കാരണം തന്നെ അദ്ദേഹത്തിനെതിരുള്ള ഒരു പൈശാചിക പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ കുറച്ചൊരു ആത്മീയ അറിവുള്ളവരാണ് ശരിക്കും. നമ്മളിമ്മ പുറകത്ത് നിന്ന് അല്ലെങ്കിൽ മാറി നിന്ന് കുറ്റം പറഞ്ഞിട്ട് ആ കുറവുണ്ട് ഈ കുറവുണ്ട്, മനുഷ്യരാണെങ്കിൽ പോലും മനുഷ്യന്മാരുണ്ടാവും. നമ്മളിത് കണ്ട് പ്രാർത്ഥിച്ച് ആ ഇടയനോട് നമ്മൾ ചേർന്ന് നിന്ന് നമ്മുടെ വീടിനെ കുറിച്ച് മറ്റേതൊരു അച്ഛനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ വികാരിച്ചറിയാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സമൂഹമായി വളർന്നു കഴിയുമ്പോൾ വലിയ ദൈവിക പ്രവർത്തികളുണ്ടാകും. നമ്മുടെ കുടുംബം അനുഗ്രഹിപ്പിക്കണം, മക്കൾ അനുഗ്രഹിക്കണം. ഞാൻ മറ്റൊരു കാര്യം വേണം, നമ്മൾ വീട്ടിൽ നിന്നുണ്ടായ നമ്മുടെ ഇടവകാരിച്ചിന് കുറ്റം പറയുകയാണെങ്കിൽ മക്കളെ എങ്ങനെ വിശ്വാസപ്പെടും? മക്കളെ നിൽക്കുകയല്ലേ, നമ്മൾ കുടുംബത്തിന് ഒരു വലിയ തകർച്ചയായിരിക്കുന്നത്. അപ്പോൾ അത് മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ചിലർക്കൊരു സ്വഭാവമുണ്ട്, എന്ത് പറഞ്ഞാലും അച്ഛൻ പറഞ്ഞതിന് എതിര് പറയുന്നത്, ആവശ്യമില്ലാത്ത ഒരു ശക്തമായ നേച്ചർ, ഭയങ്കര അപകടം, അത് വലിയ തകർച്ചയിലേക്ക് പോകുന്നത്. ഞാൻ മറ്റു പല വിശ്വാസ സമൂഹങ്ങളെ അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികളെ നമ്മൾ കണ്ടു കഴിയുമ്പോണ്ടല്ലോ, അവർക്കൊക്കെ എത്രമാത്രം ഒബീഡിയൻസ് അറിയുമോ? ഞാൻ പറയാം, നമ്മുടെ വികാരിച്ചന്മാരെ, നമ്മുടെ അച്ഛന്മാരെ പോലെ ഇത്രമാത്രം ഡെഡിക്കേഷനുള്ള മറ്റേതൊരു അല്ലെങ്കിൽ മതത്തിലാണ് ആ രീതിയിലുള്ള ആചാര്യന്മാരുള്ളത്? ഞാൻ ചോദിക്കാണത്. അവരുടെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാണല്ലോ, കർത്താവിനും സഭയ്ക്ക് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ടവരാണ് അവർ. അതെ, ജോർജി അവരുടെ വീടും നാടും അവിടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഓരോ സ്ഥലത്ത് വരികയാണ്. കുറച്ചു കാലം നിൽക്കുന്നതിന് ശേഷം അവരും എന്താ പറയുക, അവിടെ നിന്ന് മാറിപ്പോകുന്നു. പലപ്പോഴും അവർ ഒറ്റയ്ക്കാണ്. മനസ്സിലാവും, ഒരു ഈ ലോൺലെസ് അല്ലേ, അതൊരു വലിയ ഘടകമാണത്. അതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നത്? അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടി. അവർക്ക് ഭക്ഷണമുണ്ടോ ഇല്ലയോ, പക്ഷെ എന്തെങ്കിലും ചെറിയത് കണ്ട പൊക്കിപ്പിടി. ഞാൻ പറഞ്ഞ തെറ്റുകളുണ്ട്, കുറവുണ്ട് പറയാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനകത്ത് മറ്റൊരു മറുവശം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെയൊക്കെ നമ്മൾ വിശ്വാസികൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട, സ്വന്തം പോലെ കരുതേണ്ട ആവശ്യകതയുണ്ട്. നമ്മുടെ തന്നെ കുറവുകളായിട്ട് കണ്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും. ഒപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഞായറാഴ്ച ആചരണത്തിലൂടെ, ഞായറാഴ്ച നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, അതിലൂടെ ആ ഇടവകയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു ആത്മീയമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ആ ഒരു ബോണ്ടിങ് എത്രത്തോളം ശക്തമാണോ, വലിയ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ആത്മീയ അടുപ്പം, ആത്മീയ ബന്ധം ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെയൊക്കെ രൂപം കൊള്ളുമ്പോൾ ഒരു പുറമേ നിന്നുള്ള ഒരു ശത്രുവിനും സഭയെ തകർക്കുവാൻ സാധിക്കുകയില്ല. കാരണം ആഗോള കത്തോലിക്ക സഭയുടെ ഒരു ചെറുപതിപ്പാണ് നമ്മുടെ ഇടവക സഭ. അതെ, ഗാർഹിക സഭ. അപ്പോൾ ആ ഒരു ഇടവകയിൽ വിശ്വാസികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, ഇടവകയുടെ തലവനായിട്ടുള്ള വികാരിയച്ഛനുമായി ഒക്കെ ശക്തമായിട്ടുള്ള ആത്മീയ ഇഴയടപ്പം രൂപം കൊള്ളുമ്പോൾ ഒരു ഭൗതികമായിട്ടുള്ള തിന്മയ്ക്കോ ഒന്നിനും ആ ഇടവകയെ ഒപ്പം തന്നെ തുടർന്ന് അതിൻ്റെ വലിയൊരു ഫോമായിട്ടുള്ള സഭയെ ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അത് വലുതായി അത് സഭയെ മുഴുവനായിട്ടും പലതരത്തിലും അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്നതുപോലെ ഈ ഞായറാഴ്ച ആചരണത്തിൻ്റെ ഒരു പ്രാധാന്യത വിശ്വാസി സമൂഹം കുറെ കൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഞായറാഴ്ച ആചരണത്തെ പറ്റി, അതിൻ്റെ ഒരു പരിപാവനതയെപ്പറ്റി, അതിൻ്റെ ഒരു ഗൗരവത്തെപ്പറ്റി വിശ്വാസി സമൂഹം കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞായറാഴ്ച ആചരണത്തെ പരിപാവനമായി കാണുന്ന അനേകം കുടുംബങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഭൗതികതയുടെ ഒക്കെ ഒരു അതിപ്രസരം മൂലം ഞായറാഴ്ച കുർബാനയിൽ പോലും പങ്കെടുക്കാത്ത അനേകരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെയൊക്കെ ഇടയിൽ അത്തരത്തിലുള്ളൊരു പ്രവണത ശക്തി പ്രാപിക്കുന്നു. പഠനത്തിൻ്റെ പേര് പറഞ്ഞ്, കോച്ചിങ്ങിൻ്റെ പേര് പറഞ്ഞ്, ട്യൂഷൻ്റെയും ഒക്കെ പേര് പറഞ്ഞ്, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ്, ലൗകികമായിട്ടുള്ള ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ്, പുറമേക്കുള്ള ഔട്ടിങ്ങിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് ഞായറാഴ്ച ആചരണത്തെ ഹനിക്കുന്ന ഒരു പ്രവണത ഇന്ന് ശക്തി പ്രാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും തിരിച്ചറിയുക, ഞായറാഴ്ച ആചരണത്തിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒപ്പം തന്നെ നമ്മുടെ ഇടവക സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങളിലും സഭയ്ക്ക് മുഴുവനും കിട്ടുന്ന ഒരു ആത്മീയ പവർ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ചില ഭൗതികമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള നേട്ടങ്ങളുടെ പേരിൽ ഈ സാമ്പത്താചരണത്തിൻ്റെ പ്രാധാന്യത നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. ഒപ്പം എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് വിശ്വാസ പരിശീലനം. ഞായറാഴ്ചയിലെ ആ വേദപാഠ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് അതിന് കുട്ടികൾ കൊടുക്കേണ്ട പ്രാധാന്യത, അതിന് മാതാപിതാക്കൾ കൊടുക്കേണ്ട പ്രാധാന്യത. കുട്ടികൾക്ക് ഭൗതികമായ അറിവ് കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അവർക്കൊരു ആത്മീയമായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അവരുടെ ജീവിതത്തിലൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവരെ പിടിച്ചു നിർത്തുന്നത് എന്ന് പറയുന്നത് ഇടവകയിലൂടെ, വൈദികരിലൂടെ, കുടുംബത്തിലൂടെ, ദേവാലയത്തിലൂടെയൊക്കെ അവർക്ക് പകർന്ന് കിട്ടിയ ആത്മീയമായ
ശക്തമായിട്ടുള്ള പ്രബോധനങ്ങളാണ്, ആത്മീയമായിട്ടുള്ള സമ്പത്താണ്. ഒപ്പം വൈദികർക്കും വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ച പ്രസംഗങ്ങൾ വലിയ രീതിയിലുള്ള സാധ്യതയാണ് സഭയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെക്കുറിച്ച് വിശ്വാസ സമൂഹത്തിന് ജാഗ്രത കൊടുക്കുവാൻ, കൃത്യവും വ്യക്തവുമായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകുവാനുള്ള വലിയൊരു സാധ്യതയാണ് ഞായറാഴ്ച കുർബാനയിലെ പ്രസംഗങ്ങൾ വൈദികർക്ക് തുറന്നു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭ ഒന്നടങ്കം ആദിമ സഭയുടെ ആ ഒരു ചൈതന്യത്തിലേക്ക് കൂടുതൽ ഒരു തിരിഞ്ഞ് പോകേണ്ടിയിരിക്കുന്നു. ആദിമസഭയുടെ ശക്തി എന്ന് പറയുന്നത് ആ കൂട്ടായ്മയായിരുന്നു, അപ്പം മുറിക്കലായിരുന്നു, ആ അപ്പസ്തോലന്മാരുടെ പ്രബോധനമായിരുന്നു. ആദിമ സഭയുടെ ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ട്, ഞായറാഴ്ച ആചരണത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമുക്ക് ആയിരിക്കാം. ഒപ്പം തന്നെ സഭയിലും ഈ ഞായറാഴ്ച ആചരണത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള, ശക്തമായിട്ടുള്ള പ്രബോധനങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ കൊടുക്കുവാനുള്ള ഒരു സാധ്യതകൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞായറാഴ്ച ആചരണത്തിലൂടെ ആത്മീയമായിട്ടുള്ള ഒരു കരുത്ത് നമുക്ക് പ്രാപിക്കാം, അതിൻ്റെ പ്രാധാന്യത തിരിച്ചറിയാം. അതിലൂടെ പുറമേ നിന്നും സഭയ്ക്കെതിരെ വരുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും നമുക്ക് തീർച്ചയായിട്ടും പ്രതിരോധിക്കാം. കൂട്ടായ്മ ശക്തി പ്രാപിക്കട്ടെ, ആത്മീയമായിട്ടുള്ള ഒരു കരുത്ത് വിശ്വാസി സമൂഹം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി, അതിലെ സഭയുടെ സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. പ്രൈസ് ഗോഡ്.